ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ എന്ത് വരെ ചോദിക്കും? 3 വരെ ചോദിക്കും. ഞാൻ ആദ്യം ചോദിക്കാൻ വന്നെന്ന് പറയോ ആ ഒരു വരം ദൈവമേ തരുമോ? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തമാശയായിട്ട് ഫീൽ ചെയ്യാം. എലിജിബിലിറ്റി ഉണ്ടെങ്കിലല്ലേ അത് കൊടുക്കാനും പറ്റും. ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന സാധനം, നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ണിൽ നിന്ന് 2-3 തുള്ളി ഇങ്ങനെ 2-3 ഡ്രോപ്പ് ഇങ്ങനെ താവട്ടെ കാണും. അപ്പോൾ എനിക്കിങ്ങനെ ഇത് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ തെലുഗു ഒരു ഫിലിം ചെയ്തിരുന്നു. ഞാനത് കമ്മിറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം അത് ആ പടത്തിൻ്റെയോ അവരുടെയോ ഒന്നും മിസ്റ്റേക്ക് അല്ല. അപ്പം പുള്ളി എന്തൊക്കെ വന്നിട്ട് പറയണത്, നീ മാളികപ്പുറത്തിൽ തുടങ്ങിയതാണ്. എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യം ഞാൻ പറയുകയാണ്. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പുറകോട്ടായി. കൊടുത്തിരിക്കുന്ന ഡയലോഗ് ഇത്രയും കണ്ടിട്ട് എൻ്റെ ദൈവമേ. ദുൽഖറിൻ്റെ ഒരു പേഴ്സണാലിറ്റി എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് നാച്ചുറലി അദ്ദേഹത്തിനെ പോലെ തന്നെ ഒരാളായിരിക്കും. എനിക്ക് മുന്നേ പോയ MBBS സഞ്ജയത്ത് ചെയ്തുപോലൊരു ക്യാരക്ടറൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഹൈറ്റ് ഇല്ല അത്രയും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. പേർക്കും സ്വാഗതം. താങ്ക് യു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പാണ് സിനിമ. ഇതിൻ്റെ രചനയും ഡയറക്ഷനും ദൈവമാണ്. ആരാണ് ദൈവം? സിനിമയിലല്ലേ? സിനിമയിൽ ദൈവമായിട്ട് ഞാനല്ലേ? അല്ലേ? ഇതൊക്കെ പ്രജകളാണ്. അല്ല, ദൈവത്തിന് പ്രജകൾ ഉണ്ടോ? ദൈവത്തിന് പ്രജകളുണ്ട്. അങ്ങനെ പറയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. അപ്പം ഇതൊക്കെ മനുഷ്യരാണ്. ഇതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരായിരുന്നു ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ? കഥാപാത്രങ്ങളിൽ 3 പേരും എനിക്കങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിനെല്ലാം ഒരുപോലെയാണോ? അങ്ങനെയാണോ? അല്ലേ? ഞാനങ്ങനെ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ? ദൈവം പറയട്ടെ. ഇവിടെ പഠിച്ചാൽ അങ്ങനെയാ. ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ കയറി ഇറങ്ങിയൊക്കെ തരാറുള്ളൂ ദൈവം. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടാറില്ല. അതെന്താ വെച്ചാൽ സമയം എടുത്ത് തരാൻ വെച്ചിട്ടാ കുറച്ചുകൂടെ പ്രാർത്ഥിക്കട്ടെ. ശരിക്കും തരും, കൈ നിറയെ തരും അല്ലേ? പക്ഷെ 3 പേരും ഒരുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന സാധനം, നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. എന്നിട്ടാ എടുത്തത്. അപ്പൊ ആ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് അത്രയും പക്വത ആയോ എന്ന് നോക്കിയിട്ട് ദൈവം അത് തരുവുള്ളൂ. അപ്പം നിങ്ങളും ഞാനും ചോദിക്കുന്ന ഒരേ കാര്യമായിരിക്കും. എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. കാരണം എനിക്ക് ആ പക്വതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. നിങ്ങൾ ചിലപ്പം ഓൾറെഡി പക്വതയുള്ള ആളായിരിക്കും, ചിലപ്പോൾ ഉടനെ കിട്ടുമായിരിക്കും. ഇതാണ് ദൈവം നോക്കുന്നത്. പടച്ചോനെ കാത്തോളി. എന്തായാലും ദൈവം ഒരു വല്ലാത്ത സംഭവമാണ്. ഇങ്ങനെ ഒരു സിനിമയും വലിയ സംഭവമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന ഒരു ദൈവമായിട്ടാണല്ലേ? ദൈവം എല്ലാവരും ആരാധിക്കുന്നുണ്ട്, പല പേരിലാണല്ലേ? ഞാൻ അള്ളാഹു എന്ന് വിളിക്കും, മറ്റൊരു ദൈവം എന്ന് വിളിക്കും, അങ്ങനെ പല പേരിലാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഞാൻ ദൈവമായിട്ട് അഭിനയിക്കാം? നിങ്ങളുടെ അടുത്ത് വന്നത് ദൈവമായിട്ട് അഭിനയിക്കാൻ തന്നെയാണ്. അത് എനിക്ക് പറ്റുമെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? ഒന്നാമത് ദൈവത്തിനെ കുറിച്ച് എനിക്ക് ബേസിക്കായിട്ടൊന്നും ദൈവത്തിനെ ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഡയറക്ടറിനും റൈറ്ററിനും അതിനകത്തുള്ളൊരു കഥാപാത്രത്തിനെ അവർ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനൊരു മനസ്സിൽ ഒന്ന് വരയ്ക്കുമ്പോൾ, അതിനകത്ത് എൻ്റെ മുഖം കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിനകത്ത് ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് കറക്റ്റാണ്. അപ്പോൾ അവർക്കത് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുമ്പോൾ പിന്നെ ഞാനത് ചെയ്യാൻ തീരുമാനിക്കും. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇത്രയും എന്താ പറയുക, ഇങ്ങനൊരു ഫാൻറ്റസി സിനിമ ഞാൻ ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ദൈവമായിട്ടുള്ളൊരു സംഭവം. പിന്നെ ഈ കഥയും ടോട്ടലി എക്സൈറ്റിംഗ് ആണ്. ദൈവം ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്നതിനുള്ള കാരണങ്ങളുണ്ട്. ഇവിടെ ഒരു ടോട്ടൽ ഓപ്പറേഷൻസ് ചെയ്യുന്നതിൽ അതും രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ
ചെയ്യുകയും കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായി. അതിലാണ് ഞാനിത് തിരഞ്ഞെടുത്തത്. പക്ഷെ അവർക്ക് സ്ക്രിപ്റ്റ് റൈറ്ററിനും ഡയറക്ടറിനും ഈ മുഖം വരാനുള്ള കാരണം എന്താണെന്ന് പിന്നീട് ആലോചിച്ചോ? സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഒന്ന് ആലോചിക്കണമല്ലോ, അഭിനയിച്ചു കഴിഞ്ഞപ്പോഴും ഈ മുഖം എന്താണ് അവർക്ക് തെളിഞ്ഞു വന്നതെന്ന്. അവർ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ചിരിയൊക്കെ നല്ലതാണ്, മീശയും താടിയും വെച്ചപ്പോ ഭംഗിയുണ്ടായിരുന്നു, താടി വെച്ചപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ശബ്ദം സജുവായി പറഞ്ഞു, ശബ്ദം സ്യൂട്ടബിൾ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓറ അങ്ങനത്തെ ഒരു സംഭവം, ഈ കോസ്റ്റ്യൂം എല്ലാം ഇട്ട് വന്നപ്പോഴേക്കും അതും എല്ലാം പെർഫെക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എല്ലാം കൊണ്ട് ഈ ദൈവം ദൈവമാണ്. മനുഷ്യ എന്താണ് ചോദിച്ചത് ദൈവത്തിൻ്റെ അടുത്ത്? നമ്മൾ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുണ്ടല്ലോ, ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ ബുദ്ധിമുട്ടുകളിലാണ് അല്ലേ? നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല എനിക്കുള്ള ബുദ്ധിമുട്ട്, പക്ഷെ ബുദ്ധിമുട്ട് രണ്ടുപേർക്കും ഉണ്ട്, പ്രശ്നങ്ങൾ നമ്മുടെ രണ്ടുപേരുടെ ജീവിതത്തിലുണ്ട്. അപ്പം ആ പ്രശ്നങ്ങളുടെ ഒരു ഞാൻ ആക്ച്വലി വിളിച്ചിട്ട് വരുന്നതല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു പ്രവൃത്തി അതിൽ ദൈവത്തിന് ഈഗോ അടിക്കുന്നതാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തമാശയായിട്ട് ഫീൽ ചെയ്യാം, ദൈവത്തിന് ഈഗോ അടിക്കുന്നു പറയാം, പക്ഷെ അത് സിംപ്ലിഫൈ ചെയ്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ പിന്നെ ഇവൻ്റെ മുമ്പ് ഞാൻ പ്രതീക്ഷപ്പെട്ടിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. അത് ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ട് കാണിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഫീൽ വന്ന് കാണും. പക്ഷേ ദൈവം തീരുമാനിക്കുകയാണ്, ഇവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേ കാര്യമുള്ളൂ, ഇവൻ ആ പ്രവൃത്തി എന്തിനാണ് ചെയ്തത്. എന്നിട്ടാണ് പിന്നെ നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. അവിടെ നിന്ന് തുടങ്ങിയ എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ നമ്മൾ നല്ല മെസ്സേജസും കൊടുക്കുന്നൊരു സിനിമയാണ്. അതാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. എന്നെ ആ സിനിമയിലേക്ക് അട്രാക്റ്റ് ചെയ്തത് ഈ ഘടകങ്ങളാണ്. അല്ല, ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ദൈവം ഈഗോയുടെ കാര്യം പറഞ്ഞല്ലോ. മനുഷ്യർക്ക് എല്ലാവർക്കും ഈഗോ ഉണ്ട്. ഇത് ഭൂമിയിൽ നമ്മൾ പല പ്രാവശ്യം ദൈവത്തിനെ വിളിച്ച് നമ്മൾ ചോദിക്കും, ദൈവമേ ലോട്ടറി പോലും എടുക്കാതെ ദൈവമേ നാളെ എനിക്ക് ലോട്ടറി അടിക്കുന്നത് പ്രാർത്ഥന. ലോട്ടറി എടുക്കാറില്ല. ചിലപ്പോൾ ലോട്ടറി എടുക്കുന്നത് നമ്മുടെ സ്വപ്നമാണല്ലോ, ദൈവമേ നാളെ ലോട്ടറി എനിക്കായില്ല, ലോട്ടറി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവത്തിനോടാണ് നമ്മളെല്ലാം ചോദിക്കേണ്ടത്. ഈ ദൈവത്തിനടുത്ത് നമ്മൾ നിങ്ങളുടെ പ്രവൃത്തി, ഈ മനുഷ്യനായ ഈ ക്യാരക്ടറിൻ്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ ഭൂമിയിലേക്ക് വരുവാണ്, ദൈവം ഇറങ്ങി വരുവാണ് എന്നൊന്ന് പിടിച്ചേക്കാം. ആ ഒരു പിടുത്തം ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അവിടെ കുറച്ച് സെൻറ്റി ഉണ്ടാവും, ഒരു ഫാമിലി സബ്ജക്റ്റ് ഉണ്ടാവും, എല്ലാം കൂടെ കോർത്തെടുക്കുമ്പോഴാണ് ഈ ഒരു സിനിമ പൂർണ്ണത എത്തുന്നത്. യെസ്, എല്ലാ ഇമോഷൻസും കൊടുക്കുന്നൊരു കഥയാണ്. അതാണ് ഈ സിനിമ. അതെ. ഇനി പ്രേക്ഷകർ തീരുമാനിക്കേണ്ടത് മെയ് 16 തീയതി ആ ദൈവത്തിനെ കൈ വിടാതെ കാക്കണം പ്രേക്ഷകർ. ഈ ഇരിപ്പ് കണ്ടിട്ട് ഇപ്പോഴും ദൈവമായിട്ട് അതിൽ നിന്ന് ഇറങ്ങി മനുഷ്യരാകും. ഞാൻ അപ്പോഴേക്കും സാത്താൻ സീസറായിട്ട് പോകും. അതെ, ആക്ച്വലി റിലീസ് ആകുന്ന ദിവസം മെയ് 16 തീയതി ഗോഡായിട്ട് അഭിനയിച്ച പടം റിലീസ് ആവുന്നു. അന്ന് തന്നെ സാത്താൻ സേവറായിട്ട് ഒരു പടത്തില് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആടുത്രീയുടെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആടുത്രീ തുടങ്ങുവാണല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ഇവിടെ നിന്ന് മാറി എല്ലാം വിട്ടുപോവാണ്, അങ്ങോട്ട് വിട്ടുപോവാണ്. പല ദൈവങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ മനസ്സിൽ ആരാധിക്കുന്ന പല ദൈവങ്ങളെ കണ്ടിട്ട് അല്ലേ. ഒരു സിനിമയിലേക്ക് വന്നപ്പം ഒരു ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു, നമ്മൾ ദൈവത്തിനോട് സംസാരിക്കുന്നു അല്ലേ. ഒരു ദൈവം എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. വിശ്വാസം ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്, വിശ്വാസികളില്ലാത്തവരും ഉണ്ട് കേട്ടോ. ഈ സിനിമയിൽ ഒരു ദൈവത്തിലൊരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അഭിനയിക്കുമ്പോൾ നമ്മുടെ ഈ ദൈവത്തിനോട് എന്താണ് ചോദിച്ചത്? അത് ആക്ച്വലി എനിക്കിപ്പോ പറയാൻ പറ്റില്ല. സിനിമ കണ്ട് തീരുമാനിക്കണം. സിനിമ കണ്ട് ഇതാണ് സിനിമ കണ്ടിട്ട് മതി എന്ന് പറഞ്ഞ ഇന്റർവ്യൂ. ഞാനൊരു വളരെ സിനിമയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ദൈവത്തിനോട് പറയുന്നത്. ഇപ്പൊ പറയണ്ട, സാധിച്ചു തരുമെന്നും സിനിമ കണ്ടിട്ട് അത്രേ പറയാൻ പറ്റുള്ളൂ. സാധിച്ചു തരുമെന്നും സിനിമ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലേ. തന്നില്ലെങ്കിൽ എന്താണ് ചെയ്തതെന്നും സിനിമ കണ്ടിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര കഥാപാത്രമാട്ടോ. എലിജിബിലിറ്റി ഉണ്ടെങ്കിലല്ലേ അത് കൊടുക്കാനും പറ്റുള്ളൂ. ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ ഒട്ടുക്കില്ല അവിടെ. അല്ല, കഥാപാത്രത്തിനാട്ടോ ചെന്നേക്കണേ. ഞാൻ ഒന്നും ഇപ്പൊ ഞാൻ വേറെ വിവാദത്തിലേക്ക് ഞാൻ വിവാദമേ പിടിക്കുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ ഒന്നും വിവാദം പിടിക്കണ്ടേ എനിക്ക് തരില്ല. എനിക്ക് തന്നെ ഞാൻ പിടിക്കും കേട്ടോ കഥാപാത്രത്തിന്. ഹൈദരാബാദിന് ഇപ്പൊ പിടിക്കാറില്ല. അല്ല, വിവാദങ്ങൾ പിടിക്കാറില്ല. വിവാദങ്ങള് ഹൈദരിക്കാനാണ് പിടിക്കുന്നത്.
അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. നേരെ തിരിച്ചിപ്പോ ചോദിക്കാതെ അവരുടെ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ തുടങ്ങി. ഇല്ല, നമ്മൾ ആ വേർഡേ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ വിട്ടത്. വിട്ടു റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. ഹൈദരേട്ടാ, നമ്മളൊക്കെ നിരന്തരമായിട്ട് ഇന്റർവ്യൂസിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് നമ്മൾ 4 പേരും കൂടെ നിങ്ങളോട് ചോദിക്കുകയാണ്. അത് നിങ്ങളൊന്ന് ഉത്തരം തരണം. നിങ്ങൾക്ക് അറിയാതിരിക്കാം അപ്പോൾ ഞാൻ എന്താ ചോദിക്കാൻ പോണെന്ന്. ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ എന്ത് വരെ ചോദിക്കും? 3 വരെ 3 വരെ ചോദിക്കും. ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? എനിക്ക് കുറച്ച് പൈസ വേണം, കുറെ കടമുണ്ട്. ഓക്കെ, ഫെയർ എനഫ്. ചോദിക്കാതിരിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ബാധ്യത ഉണ്ടോ? ഇത് മനുഷ്യൻ ബാധ്യത. ഇനി 2 കൂടെ വേണം അല്ലേ? അവിടെയാണ് നമ്മൾ പെട്ടുപോകുന്നത്. അവിടെ വല്ലാത്തൊരു പെട്ടുപോക്കാണ്. എല്ലാവരും രണ്ടാമത്തേലാണ് വരുന്നത്. രണ്ടാമത്തേതല്ലേ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുന്നേ. പിന്നെ 2-3 ചോദിക്കേണ്ടായിരുന്നു. ഇവിടെ ഹൈദരേട്ട, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹൈദരേട്ടന്റെ പല ചോദ്യങ്ങളിലും ഇതാണ്, നമുക്ക് ഉത്തരം ഇല്ലാണ്ടായി പോകും. നിങ്ങൾ പെട്ടെന്ന് മനുഷ്യ എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പോൾ എന്താണ് പറയേണ്ടതെന്നുള്ള ഒരു സ്പേസിലേക്ക് ഞാൻ പോയി. എന്നിട്ട് പിന്നെ ഞാൻ പറയുവാണ്. അത് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണോ എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ പിന്നെ സിനിമയെ പറ്റിയാണല്ലോ നമ്മൾ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിലേക്ക് വന്നു. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ 2-മത്തതോ 3-മത്തോ വരെ. 1-മത്തെ ഞാൻ ചോദിച്ചു കഴിഞ്ഞല്ലേ? അതെ, 1-മത്തത് ഓക്കെ, അത് അടിപൊളിയാണ്. വെച്ചാൽ 2-മത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തിന് നമുക്കൊരു സമാധാനമായിട്ടുള്ള ജീവിതം, എല്ലാവരും സ്നേഹത്തോടു കൂടി ജീവിക്കണം. വെരി ഗുഡ്. ആ ഒരു സാധ്യത ഞാൻ പറയും. ദൈവം അങ്ങനെ ഒന്ന് ആക്കണം. നമ്മുടെ ജാതിയോ മതം ഒന്നുമില്ലാതെ ഒരുമിച്ച് കൈകോർത്ത് ജീവിക്കാനുള്ള അടിപൊളി ആ ഒരു വരം ദൈവം തരുമോ? എനിക്കും അങ്ങനെ ജീവിക്കണമെന്ന് വരും. 2ആയി. ഇനി 3-മത്താണ്. 3-മത്തത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ ആ ആൻസർ, ഞാൻ പറഞ്ഞൊരു ആൻസർ തന്നെ പറയണമെന്നുള്ളത്. നമ്മൾ മറക്കുന്നു. ആദ്യത്തെയോ രണ്ടാമത്തെയോ? മൂന്നാമത്തെ. എൻ്റെ 2-മത്തെന്ന് പറയാം. ഞാൻ ചിലയിടത്ത് ഞാൻ ആദ്യത്തെയായിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അതാണ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് കാശാന്ന് വിചാരിക്കും നമ്മൾ. പക്ഷെ അതല്ല നമുക്ക് വേണ്ട. പിന്നെ ചോദിക്കാൻ പോണേ എൻ്റെ ആൻസറാ. എനിക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ജീവനുണ്ടല്ലോ, ഇതുപോലെ എൻ്റെ ഇനിയും എൻ്റെ കുടുംബത്തോടൊപ്പം നല്ല സമാധാനത്തോടു കൂടി, നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കണം. കുടുംബത്തോടൊപ്പം ജീവിക്കണം. എനിക്ക് തന്ന നല്ല സുഹൃത്തുക്കളെ ഇനിയും എനിക്ക് തരണം. അതായത് ഏകദേശം നിങ്ങളിവിടെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഫിൽട്ടർ വന്നിട്ട് ബോൾ പിടിച്ചു. ബൗണ്ടറി ആയില്ല. ഇല്ല, അവിടെ സേവ് ചെയ്തു. നിങ്ങൾ ഇത് കൂടുതലും 99 നോട്ട് ഔട്ടിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു ബോൾ കൂടുതലൊക്കെ ചോദിച്ചിട്ട് അതാണ് ഹെൽത്ത്. അല്ല അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്. അടുത്തുവരെ എത്തി നിങ്ങൾ. പക്ഷെ ഹെൽത്ത് എന്നുള്ള വേർഡ് നിങ്ങൾ, ആരോഗ്യം നിങ്ങൾ അസുഖങ്ങളൊന്നും ഇല്ലാതെ അല്ലേ? ആരോഗ്യം അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുണ്ടെങ്കിൽ എല്ലാം ഉള്ളൂ. പൈസ ആരോഗ്യം ഉണ്ടെങ്കിൽ പൈസ കിട്ടാൻ എണ്ണാൻ പോലും പറ്റുള്ളൂ. ആക്ച്വലി നമ്മുടെ ആദ്യത്തെ വരം നമ്മൾ ചോദിക്കേണ്ടത് നമുക്ക് നമ്മുടെ ആരോഗ്യം ഉണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ കടം തീരും. ആരോഗ്യം ഇല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയും ആരോഗ്യം ശരിയാക്കാൻ വേണ്ടി നിങ്ങളുടെ കാശ് പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു വരം ദൈവമേ തരുമോ? തന്നിരിക്കുന്നു. അതെനിക്ക് കിട്ടിയിരിക്കുന്നു. പൊന്ന മകനെ ഇവരെ കൂടെ എങ്ങനെ പിടിച്ചു തന്നു? കഷ്ടപ്പാടായിരുന്നു. പക്ഷേ ഇല്ല, വെറുതെ പറഞ്ഞ സുഖമായിരുന്നു. എനിക്ക് കൂടുതലും സഹിച്ചുണ്ടോ പോയിരുന്നു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. കടിച്ചു തിന്നു. എനിക്ക് സണ്ണിച്ചാണ്ടൊപ്പം ഒരു ദിവസം ഉണ്ടായിട്ടുള്ളൂ. അത് ഫണ്ണായിരുന്നു. ദൈവം കാണാൻ ഇഷ്ടപ്പെട്ടില്ല. ദൈവം ഉണ്ട്, പക്ഷെ എനിക്ക് ഈ സിനിമയിൽ ദൈവത്തെ കാണാൻ പറ്റില്ല. നമ്മുടെ ഇടയിലൊക്കെ ദൈവം ഉണ്ട്, പക്ഷെ പുള്ളി അദൃശ്യനാണ്. ഈ സിനിമയിലാകെ ദൈവത്തെ നേരിട്ട് കാണുന്നത് ജിജ മാത്രമാണ്. അതായത് സവിച്ചാൻ്റെ ക്യാരക്ടർ മാത്രമാണ്. എൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ നടക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്, പക്ഷെ ഞാൻ കാണുന്നില്ല. ക്യാമറ കട്ട് പിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണാം. ആക്ച്വലി ഞാൻ കാണുന്നില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാമറ കട്ട് പിടിച്ചത് അപ്പൊ കാണും. അപ്പൊ ഡ്രസ്സൊക്കെ ഇട്ട് ദൈവം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ പങ്കുവെച്ചോ? കട്ട് പിടിച്ച ദൈവമല്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മാറി. പക്ഷെ ഇവിടെ ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു ഓറ ഉണ്ട്, അതാണ് എന്തോ ക്യാരക്ടറിലേക്ക് വരാൻ. ഇനി അതെങ്ങനെ കളയില്ല. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു കുറെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ? തുടക്കം മുതൽ കുറച്ച് സിനിമ തുടക്കം മുതൽ നിങ്ങൾ ഒരുമിച്ച് വന്ന് തണ്ണീർമത്തം തൊട്ടും കൂടി വന്നു കഴിഞ്ഞാൽ അതിന് കുറേ സിനിമകൾ ചെയ്തു വെച്ച് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നതിന് ഒരു കാരണമുണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെ ഒരാളെ വേണം എന്ന് ഡയറക്ടറൊക്കെ വിചാരിക്കാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവർ ഓൾറെഡി ഞാൻ തന്നെ വേണം എന്നുള്ളൊരു ഇതിലായിരുന്നു. ഇവർ തണ്ണീർമത്തൻ കണ്ട സമയത്ത് എൻ്റെ ക്യാരക്ടർ ഭയങ്കര വർക്കായിരുന്നു എന്ന് പറഞ്ഞു. റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ തന്നെ മതി എന്നുള്ളതായിരുന്നു.
ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനൊരു 1 month മുമ്പ് കാലിന് ചെറിയൊരു ഫ്രാക്ചർ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചായിരുന്നത്. അപ്പോൾ എനിക്ക് മിക്കവാറും ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇവർ ഭയങ്കര കോൺഫിഡൻസ് തന്ന് നീ വാ, എന്തായാലും നമ്മൾ ചെയ്യുന്ന ഒരു കുഴപ്പമില്ല, നീ വാ എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ ഭയങ്കര പുഷിങ് ആയിരുന്നു. സോ ഞാൻ തന്നെ വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എന്നാണ് അവർ പറയണത്. സത്യമായിരിക്കുള്ളൂ. അല്ലെങ്കിൽ അല്ല, ഇതിൻ്റെ അകത്ത് ഹൈദരേട്ട ഫെബിക്ക് നമ്മുടെ സംവിധായകന് അധികം ഓപ്ഷൻസ് ഇല്ലായിരുന്നു ഓരോ ക്യാരക്ടറിന്. പിന്നെ എന്താണ് മിക്കവാറും ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഓപ്ഷനേ ഉള്ളായിരുന്നു. അവരെയൊക്കെ ഭാഗ്യത്തിന് നമുക്ക് റോപ്പിൻ ചെയ്യാൻ പറ്റി. അതെ, അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. സണ്ണി സിനിമകളിലേക്ക് ഈ സിനിമയിലേക്ക് എത്തിയ നേരത്തെ പറഞ്ഞെങ്കിലും ഈ ഒരു സിനിമയോടുള്ള ഇഷ്ടമാണ്, ഒരു പ്രിയമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുക, നമുക്ക് മനസ്സ് കറിഞ്ഞ് സംസാരിക്കാൻ പറ്റുക. അത്തരമൊരു പ്രിയമേറിയ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾക്ക്. ഇതിലെ പാട്ടുകളാണെങ്കിലും പാട്ട് നമുക്കൊരു സിനിമയ്ക്ക് വേണ്ടി വെറുതെ വെച്ചിരിക്കുകയല്ല, പാട്ട് ഇതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ടുവന്ന പാട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ സണ്ണിയൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയ പാട്ടുകളാണ്. സണ്ണിയൊക്കെ ഇൻവോൾവ് ആയ ആ പാട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ദൈവം എന്ന നിലയിൽ, ആ ക്യാരക്ടർ എന്ന നിലയിൽ ആ പാട്ടുകൾ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ഇട്ടുകൊണ്ട് തന്നെയല്ല അഭിനയിക്കുന്നത്. ആ പാട്ട് എനിക്ക് ആ സോങ്ങുകൾ ഇഷ്ടപ്പെട്ടോണ്ടാണ് ചോദിക്കുന്നത്, പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കുന്നത്. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് പിന്നെ കുറേ പാട്ടുകൾ ട്രാവൽ സോങ്ങൊക്കെ ആ സമയത്ത് അതിൻ്റെ ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനകത്തൊരു കള്ളുഷാപ്പിലൊരു സോങ്ങുണ്ട്, ഒരു ചെറിയൊരു കുട്ടി പാടുന്നൊരു പാട്ടുണ്ട്. അതൊരു ഭയങ്കര ടച്ചിങ് സോങ് ആയിരുന്നു. അത് നമുക്ക് കറക്റ്റ് പിന്നെ അതൊരു ലിപ്സിങ് സോങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മ്യൂസിക് നമുക്ക് അവിടെ വേണ്ടിയിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നപ്പം ശരിക്കും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവന്നൊരു നല്ലൊരു പാട്ടായിരുന്നു. ചോദിച്ച ചോദ്യം ആ ഒരു അവസ്ഥ അറിഞ്ഞ് നമ്മൾ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു ഫീലാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഇപ്പോൾ പറഞ്ഞതും. ആ ഒരു ഫീല് ഭയങ്കരമാണ്. അത് പ്രേക്ഷകർക്കും കിട്ടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഈ സിനിമയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയത് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ കണ്ടപ്പോൾ ഈ സോങ്ങിൻ്റെ കാര്യം എന്നോട് എടുത്തു പറയുകയും ചെയ്തതാണ്. ആ സോങ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഒരു കണ്ണ് നനയുന്ന ഒരു സീനുകളിലേക്ക് സണ്ണിയൊക്കെ എത്തുന്നു, അല്ലെങ്കിൽ സണ്ണിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാമെന്ന്, സണ്ണിക്ക് സ്വയം കണ്ണ് നനയുന്നൊക്കെ പറഞ്ഞു കേട്ടു ഞാൻ സിനിമ അഭിനയിക്കുമ്പോഴും അഭിനയിച്ച് കഴിഞ്ഞപ്പോഴൊക്കെ. ഞാൻ ഈ സിനിമ പിന്നെ കണ്ട സമയത്താണ്. കാരണം ഇത് ദൈവമാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ. പുള്ളിക്ക് പ്രത്യേകിച്ച് സങ്കടവും ദുഃഖങ്ങളൊന്നും ഇല്ല. പുള്ളിയെല്ലാം വളരെ ഹാപ്പി ഗോ ആ രീതിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് പുള്ളി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതൊക്കെ. സംസാരിക്കുമ്പോഴാണെങ്കിലും ആർക്കൊരു പ്രഷർ കൊടുത്തിട്ടല്ല. പുള്ളി ഇതിനകത്ത് നമ്മൾ ജീവിതത്തിൽ കേട്ടുപരിചയമുള്ള ദൈവത്തിനെയാണ് നമ്മളിതിൽ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് പിന്നെ ഡബ് ചെയ്യുന്ന സമയത്തോ ആ സമയത്ത് കണ്ടെന്ന് തോന്നുന്നു, കണ്ടു കഴിഞ്ഞപ്പം ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ 2-3 തുള്ളി ഇങ്ങനെ 2-3 ഡ്രോപ്പ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ. അപ്പോൾ എനിക്കിങ്ങനെ ഇത് ഈ പറഞ്ഞ സംഭവം ശരിക്കും ഫീൽ ചെയ്തു. ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ കൃത്യമായിട്ടത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മ്യൂസിക് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, എല്ലാം, പിന്നെ അതിൻ്റെ സ്റ്റോറി എല്ലാം അങ്ങനെ വന്നു കഴിഞ്ഞ് അത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് ഒരു റഫായിട്ടുള്ളൊരു അതങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഇമോഷണൽ ആവുന്നുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ ആ സിനിമകളിലൊരു വിജയവുമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സിനിമകളൊക്കെ വരുമ്പോൾ നമുക്ക് അന്ന് അതിൻ്റെ BGM അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല അന്ന് ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ കാണുമ്പോഴാണ് അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുമ്പോഴാണ് വീണ്ടും നമ്മൾ ആഴത്തിലേക്ക് മനസ്സലിയിക്കുന്ന സീനുകൾ വരിക എന്ന കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ എല്ലാ സിനിമകളിലും പല ടൈപ്പ് വേഷങ്ങളാണ് ചെയ്യുന്നത്. ഈ ഇടയ്ക്കിറങ്ങിയ സിനിമകളൊക്കെ പല ടൈപ്പ് വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ദിവസം ഷൂട്ട് കാണാൻ വന്നപ്പോഴും ഞാനുമായിട്ട് ഇതേ പ്രൊഡ്യൂസർമാരുടെ ഒരു സിനിമയിലേക്ക് ഞാൻ വന്നന്ന് കാണും. അന്ന് വേറെ ടൈപ്പാണ്. ഈ ഒരു ക്യാരക്ടർ നമ്മളെ കൈക്കുള്ള ഭദ്രമാണെന്ന് കൃത്യമായിട്ട് വിശ്വസിച്ചാണല്ലോ ഡയറക്റ്റ് ഏൽപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചോ എനിക്കിത് ചെയ്താൽ പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കും എന്നൊരു സംശയം വല്ലതും വന്നിരുന്നു? എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറായിരുന്നു. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ നമുക്ക് വരുമ്പോൾ ചെയ്യാനും കുറച്ചുകൂടെ നമുക്ക് ഇമോഷണലി ഫീൽ ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫീൽ ചെയ്ത് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു മാക്സിമം ഔട്ട്പുട്ട് വരുന്നത്. ഒട്ടും ബന്ധമില്ലാത്ത, ഇപ്പം ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ തെലുഗു ഒരു ഫിലിം ചെയ്തിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ ഡയലോഗോ അർത്ഥമോ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണോ ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാനത് കമ്മിറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഒട്ടും കണക്ട് ചെയ്യാത്തൊരു ക്യാരക്ടറായിരുന്നു അത് ആ പടത്തിൻ്റെയോ അവരുടെയോ ഒന്നും മിസ്റ്റേക്ക് അല്ല. പേഴ്സണലി എനിക്ക് ലാംഗ്വേജ് അറിയാത്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്.
പക്ഷെ ഇത് ഞാൻ വളരെ കണക്ട് ചെയ്ത് ഇമോഷണലി ഞാൻ ഫീൽ ചെയ്തൊരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതില്ലായിരുന്നു. പക്ഷെ മാക്സിമം നന്നായി ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. ഒരു ടേക്ക് എടുത്തതിന് ശേഷം ഇവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് നമുക്ക് അതൊന്നുകൂടെ റീടേക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേറെ ദിവസമാണോ ആ ദിവസം രാത്രിയാണോ ആ ദിവസം തന്നെ പിന്നെ ഒന്നും കൂടെ എടുത്തപ്പം കുറച്ചുകൂടെ ബെറ്ററായി. സോ അവരും നമ്മളും കൂടെ ഒരു ഇരുന്നിപ്പം തെറ്റുണ്ടെങ്കിൽ തെറ്റാണ് ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുമിച്ചത് ചെയ്ത് ഫൈനലി ആണല്ലോ ആൾക്കാർ ഇത് കാണുന്നത്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്നിലൊരു വിശ്വാസം അവർക്കും ഉണ്ടായിരുന്നു, എനിക്ക് അവരിലൊരു വിശ്വാസമുണ്ട്. അങ്ങനെ അതുകൊണ്ട് അതൊരു വലിയൊരു പ്രഷറൊന്നും അല്ലായിരുന്നു. ഇവർ രണ്ടുപേരുമായിട്ട് എങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ ഫ്രീ സമയങ്ങളിൽ? സണ്ണിച്ചനായിട്ട് എനിക്ക് അധികം അങ്ങനെ ഒരു സ്പേസ് കിട്ടിയിട്ടില്ല. സണ്ണിച്ചനെ പിന്നെയും നമ്മൾ പുറത്താണ് മീറ്റ് ചെയ്തിട്ടുള്ളത് ഷൂട്ടിനേക്കാളും. സൈജു ചേട്ടനായിട്ട് ഉണ്ടായിരുന്നു. സൈജു ചേട്ടനായിട്ടാണ് എൻ്റെ കൂടുതൽ, ബിക്കോസ് ഞാൻ ആളുടെ വൈഫ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ സൈജു ചേട്ടൻ മറ്റേ സ്ത്രീകളോടൊന്നും അധികം അങ്ങോട്ട് കയറി സംസാരിക്കാത്ത ഒരാളാണ്. അനാവശ്യമായ കോൺവെർസേഷൻ ഒന്നും നമ്മളിനി പറഞ്ഞിട്ട് ഇനി അത് അവർക്ക് അനാവശ്യമായി തോന്നണ്ടെന്നുള്ളൊരു ഇതിലുള്ള ആളാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക. അപ്പം ഞാൻ അങ്ങോട്ടാണ് ആലോ സൈജു ചേട്ടൻ ആ പടം അടിപൊളി, ആ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, മറ്റേ ഇതിൽ മധുര മനോഹര മറ്റേ ആ ഒരു ഡാൻസ് ഇല്ലേ അതൊക്കെ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനാണ് ആളെ ഒന്ന് കൂളാക്കി എടുത്ത്. പിന്നെ ഇപ്പം നമ്മൾ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മൾ ഖത്തറിലെല്ലാം പോയി. പിന്നെ അതിന്റെ ട്രിവാൻഡ്രത്തെ ഞങ്ങൾ ഒരുമിച്ച് പോയായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഓക്കെ, ഇപ്പൊ കുറേ ആയി ട്രാവൽ ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച്, കുറച്ച് കാലങ്ങളായി. ഞാൻ ചേട്ടാ സണ്ണി ഒന്ന് കണ്ണ് നനഞ്ഞെന്ന് പറഞ്ഞില്ലേ, ഞാൻ പെട്ടെന്ന് ഓർക്കുമായിരുന്നു. ഞാൻ അഭിലാഷം എന്ന് പറഞ്ഞ എൻ്റെ പടം ആണല്ലോ ലാസ്റ്റ് റിലീസായത്. ഈ അഭിലാഷത്തിൻ്റെ തിയേറ്റർ വിസിറ്റിന് ഞാൻ കാലിക്കറ്റ്, മലപ്പുറം ഒക്കെ പോയായിരുന്നു. ഇപ്പോൾ കാലിക്കറ്റ് ഒരു തിയേറ്ററിൽ വെച്ചിട്ട് ഈ ഷോ കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും ടീം കയറി. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പോൾ ഞാനിങ്ങനെ ക്രൗഡെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഇപ്പോൾ സ്ക്രീനിൻ്റെ കുറച്ചുകൂടെ അടുത്തേക്കായി, പുറകിലായി. അപ്പം കണ്ണ് കുറച്ച് ചുമന്നിരിപ്പുണ്ട് ഈ വന്ന ആളുടെ. അപ്പം പുള്ളിയുടെ വന്നിട്ട് പറയണത്, നീ മാളികപ്പുറത്തിൽ തുടങ്ങിയതാണ് കരയിപ്പിക്കാൻ. അപ്പം പുള്ളി പറയണമെന്ന് വെച്ചാൽ മാളികപ്പുറം ഓക്കെ കരഞ്ഞു, ഞങ്ങൾ ഭരതനാട്യം കോമഡി പടമാണ്, അതിൽ ലാസ്റ്റ് കരയിപ്പിക്കുകയായിരുന്നു. അഭിലാഷ റൊമാൻറ്റിക് മൂവിയാണ്, അതിലും കരയിപ്പിച്ചു. ഇനിയിപ്പോൾ എൻ്റെ പേടി വെച്ചാൽ ഈ ഫാൻറ്റസി പടത്തിലും ഇനിയിപ്പം ഇതാണ് കണ്ണീരാണ്. അല്ല, അത് തന്നെ എല്ലാത്തിലും പുള്ളി അത് തന്നെ പറയണത്. പുള്ളി അതായത് അത്രയ്ക്കും ആ സ്റ്റോറിയായിട്ട് ഇവരടുക്കുന്നതുകൊണ്ടാണല്ലോ അത്. അതെ. അപ്പം ഇതിലും ചിലപ്പം അത് സംഭവിക്കാം. അപ്പം ഇനിയിപ്പോൾ ഞാൻ കാലിക്കറ്റ് പോയതിലെ പുള്ളിയും കൈ വയ്ക്കും. വീണ്ടും അതെ അല്ലേ? പക്ഷെ ഇത്തരം സിനിമകളിലൊരു വിജയം വേറെയാണ് കേട്ടോ. നമ്മൾ പൊതുവെ പറയാറുണ്ട്, ലാലേട്ടൻ ഒന്ന് തിയേറ്ററിൽ ഒന്ന് കണ്ണുനീർ വീണാൽ ലോകമെമ്പാടും കരയുമെന്നാണ്. മമ്മൂക്ക ഒന്ന് സങ്കടത്തോട് ദൈവമേ എന്ന് വിളിച്ചാൽ നമ്മൾ ഹൃദയം പൊട്ടു എന്ന് പറയുന്നത്. അത്തരം സിനിമകൾക്ക് വലിയ വിജയമാണ് സംഭവിക്കാറുള്ളത്. നമ്മൾ ഇപ്പോൾ വരുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു സിനിമകളിലേക്ക് യാത്ര ചെയ്തിട്ട് പല രീതിക്കുള്ള സിനിമകളും നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച നല്ലൊരു സമയമാണ് ഈ സിനിമയുടെ എന്നുള്ളതാണ്. ഇത്തരം സിനിമകൾ നമ്മൾ പണ്ട് തൊട്ടെടുത്ത് നോക്കും, അത്തരം സിനിമകൾക്ക് വലിയ വിജയമാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു സബ്ജക്റ്റിന് വേണ്ടി കരയുന്നതല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടി കരയില്ല, ആ കഥ അതിന് നിർബന്ധിക്കുന്നുണ്ട്. അതെ, അതിൻ്റെ ആവശ്യമാണ് കഥയുടെ. തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ളൊരു കൂട്ടുകെട്ട് വർഷങ്ങളായുള്ള കൂട്ടുകെട്ടാണ് നിങ്ങൾ രണ്ടും. നിങ്ങളുടെ ഒരു ആ കമ്പനി അങ്ങനെയാണ്. ഏറ്റവും ആദ്യം നിങ്ങൾ കണ്ടുമുട്ടിയ സന്ദർഭം ഒന്ന് ഓർക്കാവോ? തീർച്ചയായും ഓർമ്മയുണ്ട്. ഞാൻ ദുൽഖറുമായിട്ട് ഞാൻ എന്ന് പറഞ്ഞ പടം കാഞ്ഞങ്ങാട് ഷൂട്ടിലാണ്. അപ്പോൾ ദുൽഖറിനെ കാണാൻ വേണ്ടിയിട്ട് സണ്ണി അവിടെ വന്നു. അങ്ങനെയാണ് ഞാൻ സണ്ണിയെ അറിയാം നമുക്ക്, പക്ഷേ അന്നാണ് ഞാൻ സണ്ണിയെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ലഞ്ചിന് പോവുകയാണ്. അപ്പോൾ ദുൽഖർ ഞങ്ങളെ അവിടെ താജ് ഹോട്ടലല്ലേ, ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്ത്. അപ്പം താജ് ഹോട്ടലിൽ അന്ന് പജേറോ സ്പോട്ടുണ്ട്. അപ്പോൾ ദുൽഖർ വണ്ടി ഓടിക്കുന്നു, ഇപ്പുറത്ത് സണ്ണി ഇരിക്കുന്നു, പുറകെ ഞാനിരിക്കുന്നു. നമ്മുടെ അഭിലാഷത്തിലെ ആ സീനില്ലേ, അർജുൻ അശ്വൻ വിട്ടേക്ക് തണ്ണീര ഞാൻ ഇടയ്ക്ക് ഇവിടെ തലയിട്ടിട്ട്, അതുപോലെ ഞാൻ തലയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എന്തോ ഒരു കാര്യം ഇവർ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു രസകരമായ എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യം ഞാൻ പറയുകയാണ്. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പുറകോട്ടായി. അപ്പം ഞാനിങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഇവർ വേറെ ടോപ്പിക് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇവർ ഞാൻ പറയണമൊന്നും കേൾക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഇവിടെ ശ്രദ്ധിക്കും, എൻ്റെ ടോപ്പിക് കഴിഞ്ഞില്ല.
അപ്പം അത് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. സണ്ണി അല്ലേ ആ സമയത്തല്ലേ നമ്മൾ അതിനു മുമ്പ് ആട് അഭിനയിച്ചെങ്കിലും ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. പിന്നെ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാനൊന്ന് വൈകുന്നേരങ്ങളിൽ ഞാൻ ലൊക്കേഷനിൽ പോയി. ലൊക്കേഷനിൽ ചെന്നപ്പം സൈജുബായിൻ്റെ സീൻ നടന്നുകൊണ്ടിരിക്കുക, ഞാൻ പടത്തിൻ്റെ. അപ്പം സൈജുബായിൻ്റെ അപ്പം DQ ഷൂട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം സൈജുബായ കോസ്റ്റ്യൂമിലൊക്കെയാണ് ഇരിക്കുന്നത്. കൊടുത്തിരിക്കുന്ന ഡയലോഗ് ഇത്രയും കണ്ടിട്ട് എൻ്റെ ദൈവമേ, പഠിച്ച് പുള്ളിയുടെ തെറ്റുന്നുണ്ടായതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു മൊമെന്റാണ് ഞാൻ കാണുന്നത്, തെറ്റി പോകുന്നു. പിന്നെ അത് പിന്നെ നമ്മള് ഷെയർ ചെയ്ത് ഞങ്ങള് സൈജു എന്താണ് ചെയ്തത്? ഒന്നാമത് എൻ്റെ മലയാളം, രണ്ടാമത്തെ 2 പേജ് ഡയലോഗ്, പിന്നെ അതിനകത്ത് കുറച്ച് ഈ പൊളിറ്റിക്കൽ ഭാഷയാണ്. പിന്നെ പഴയ മലയാളത്തിന്റെ ഇത് നമുക്ക് ഒരു സന്തോഷമുള്ള ഒരു കാര്യമുണ്ടല്ലോ, കൂടെയുള്ള ആർട്ടിസ്റ്റ് ഡയലോഗ് തെറ്റിയുമ്പോ അതിനകത്ത് അഭിനയിക്കുന്നില്ല, എന്നിട്ട് പോലും സാഡിസത്തിന്റെ ഹൈറ്റാണ്. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് പോക്കിരി സൈമണിൽ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ബൈജു ചേട്ടൻ SI ആയിട്ട്. അപ്പം ഞങ്ങളൊക്കെ വിജയ് ഫാൻസാണ്. അപ്പം ഞങ്ങളൊക്കെ വിജയ് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെയുള്ള ഇവിടെ സ്റ്റൈല്. അപ്പോൾ എനിക്ക് ഡയലോഗ് ഉണ്ട്, ഒരു 4-5 ഡയലോഗ് പടപടയെന്ന് ഞാൻ പറയണം. ഒരു 3 ടേക്കായിട്ടും ഏതെങ്കിലും ഒരു ലൈൻ ഞാൻ തെറ്റിക്കും. അപ്പം ഞാൻ അന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ സണ്ണി തൊട്ടപ്പുറത്തേക്കുണ്ടല്ലോ. അപ്പോൾ സണ്ണി ഭയങ്കര സപ്പോർട്ടീവാണ്, എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര സപ്പോർട്ടീവാണ്. അതിട്ട് 4ാമത്തെ ടേക്കിലും പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജിജോ പറഞ്ഞ് എടാ അത് ക്യാമറ ഇങ്ങോട്ട് വയ്ക്കുക, എന്തോ ക്യാമറയുടെ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിനൊരു സമയമുണ്ട്. അപ്പോൾ ഞാൻ സണ്ണിയോട് ചോദിച്ച്, സണ്ണി എങ്ങനെ നിങ്ങൾ ഈ ഡയലോഗൊക്കെ പഠിച്ച് പറയുന്നു? എൻ്റെ ഒരു വിഷമമാണ് ഞാൻ. അപ്പം സണ്ണിയോടെ പറയുകയാണ്, സൈജു ഇപ്പം 4ാമത്തെ ടേക്കല്ലേ ആയത്, മിനിങ്ങാന്ന് 27ാമത്തെ ടേക്കിൽ എൻ്റെ ഒരെണ്ണം ഓക്കെ ആയത്, അതുകൊണ്ട് സമയമുണ്ട്, ഒരു പ്രശ്നമില്ല. അല്ല, ഇതൊക്കെ പറയാനൊരു സ്വാതന്ത്ര്യം വേണമല്ലോ. അതെ അതെ, അതാണ് ആ കൂട്ടുകെട്ടിന്റെ ഒരു വലിപ്പം. ചിലവർക്ക് വലിയ പ്രശ്നവും നിങ്ങളുള്ള അടുപ്പാണ് ഞാൻ ചോദിച്ചു നമ്മൾ ഇത്ര കഥകൾ. അല്ല, ഇതിന്റെ മെയിൻ ഒരു സംഭവം വെച്ചാൽ നമ്മൾ സണ്ണി വെയിൻ ദുൽഖറിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പുള്ളി 90% ഓക്കെയാണ്. വെച്ചാല് ദുൽഖറിനെ വളരെ വ്യക്തമായിട്ട് ഞാൻ ദുൽഖറായിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്തതിന് ശേഷമാണ് സണ്ണി പരിചയപ്പെടുന്നത്. അപ്പോൾ ദുൽഖറിന്റെ ഒരു പേഴ്സണാലിറ്റി എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് നാച്ചുറലി അദ്ദേഹത്തിനെ പോലെ തന്നെ ഒരാളായിരിക്കും. അപ്പോൾ സണ്ണി നമുക്ക് ഓക്കെയാണ്, ഗ്രെഗറി നമുക്ക് ഓക്കെയാണ്. വെച്ചാൽ ഇതൊക്കെ ദുൽഖറിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം ദുൽഖറിനെ പോലത്തെ ഒരാളായിരിക്കും. സോ അങ്ങനെയാണ്. ദുൽഖറിന്റെ ഫ്രണ്ടാണ്. അല്ല, അപ്പൊ ഇവിടെ എല്ലാരും ഫ്രണ്ട്സാണ്. എല്ലാവരും ഫ്രണ്ട്സാണ്. എല്ലാവരും ഫ്രണ്ട്സാണ്. പിന്നെ തീർച്ചയായിട്ടും. സണ്ണി ഒരു ദിവസം തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞ്, സണ്ണി അതെ എൻ്റെ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് DQ-ൻ്റെ ഞാൻ ഈ ദിവസം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം DQ പറഞ്ഞു, സണ്ണിയുടെ ഏതൊരു പടത്തിൻ്റെ സാധനം ഒന്ന് പോസ്റ്റ് ചെയ്യണം, അപ്പോൾ രണ്ടും കൂടെ ക്ലാഷ് ആവില്ലേ. അപ്പോൾ പറഞ്ഞ് അപ്പോൾ സണ്ണി പറഞ്ഞാൽ അത് മറ്റേ പടമാണ്, അപ്പോൾ അത് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞില്ല. അപ്പോൾ സണ്ണിയുടെ ആകട്ടെ, ഞാനപ്പോൾ അത് വേറെ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്തുള്ളത് പറഞ്ഞു. അപ്പം സണ്ണി എന്നിട്ട് പറയുകയാണേ, ദുൽഖർ സണ്ണി വെയിനും സൈജു കുറുപ്പിനും ഫേസ്ബുക്ക് പേജ് തീരെഴുതിയിരിക്കുന്നത്. അതെ, അത് കറക്റ്റ്. വെച്ചാൽ നമ്മുടെ മിക്കവാറും ഞങ്ങളുടെ പടങ്ങളുടെ ഫസ്റ്റ് ലുക്ക് അദ്ദേഹമാണ്. അതെ 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 അതെ, നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ട്രെയിലർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലാണ് നമ്മൾ വരാറുള്ളത്. നിങ്ങളായിട്ട് ഭയങ്കര അടുപ്പമാണ്. മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയാം നിങ്ങൾ രണ്ടുപേരും DQ-ആയിട്ടുള്ള ബന്ധങ്ങളും അടുപ്പങ്ങളും, എവിടെയും ഒരു സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനും കയറി ചെല്ലാനും പറ്റിയ സുഹൃത്തുക്കൾ, അതൊക്കെ വലിയ ഭാഗ്യമാണ്. ഈ സമയങ്ങളിലൊക്കെ ഇത്തരം ഒരു കൂട്ടുകെട്ട് നിലനിൽക്കുന്നത് തന്നെ നല്ല മനുഷ്യർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യത്തിലൊന്നാണ് നിങ്ങൾ രണ്ടുപേരും, അതിനൊപ്പം ഞങ്ങളും, അല്ലേ? അതെ അതെ അതെ, ഞാൻ ചോദിക്കാൻ വരായിരുന്നു. അപ്പൊ ഞാനും സണ്ണിച്ചനും ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ ഞാനും ദുൽഖറും ഫ്രണ്ട്സ് ആവുമോ? പിന്നെ വല്ലാത്തൊരു ചോദ്യം കേട്ടോ. എല്ലാവരും ഫ്രണ്ട്സാകും. ഇവർക്കൊന്നും അങ്ങനെയൊന്നുമില്ല. ഇവരെല്ലാവരും പരിചയപ്പെടുത്തുന്ന ആളുകളാണ്, വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതല്ലേ. എന്തായാലും ഈ സിനിമയുടെ ഒരു യാത്ര നമുക്ക് ഈ മെയ് 16-ാം തീയതി തുടങ്ങുകയാണ്. അതിനുശേഷം ഈ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പോലും പറ്റുള്ളൂ. ഈ സിനിമയുടെ ഉള്ളടക്കം നമുക്ക് പറയാൻ പറ്റില്ല. ഇത് വേറെ കുറേയൊക്കെ ആർട്ടിസ്റ്റുകളുണ്ട്. മൊത്തത്തിൽ ആർട്ടിസ്റ്റുകളൊന്നും നമുക്കിപ്പം ഡയറക്റ്റ് ഇല്ലാതെ നിങ്ങളോട് ചോദിക്കാൻ പറ്റുള്ളൂ. എനിക്ക് മണികണ്ഠൻ ചേട്ടനുണ്ട്, മണികണ്ഠൻ പട്ടാമ്പി, ഒരു അടിപൊളി ക്യാരക്ടറാണ്.
മണികണ്ഠൻ ചേട്ടനെ പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. അതായത് അദ്ദേഹത്തിനെ ഏത് സിനിമ കഥയാണെങ്കിലും അദ്ദേഹത്തിന് പറ്റിയൊരു ക്യാരക്ടറിൻ്റെ അത് കാണാം. അങ്ങനത്തെ ഒരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വോയിസും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയും ഒക്കെ ഏതിലേക്ക് നമുക്കിപ്പം ഭരതനാട്യത്തിൽ തന്നെ വെളിച്ചപ്പാടായിട്ടാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ എന്നെ വെളിച്ചപ്പാടായിട്ട് വിളിക്കുമ്പോൾ ഞാനൊന്ന് റീതിങ്ക് ചെയ്യും, എനിക്കത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. പുള്ളി വിളിച്ചപ്പോൾ എനിക്ക് ഇപ്പോഴും ഉണ്ട്, ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഡേറ്റ്സ് എന്നായിരിക്കും, ഇതാണ് പുള്ളി അത് ചോദിക്കുന്നത്. അപ്പം ഡേറ്റ്സ് ഒക്കില്ല എന്നുള്ളതാണ്. പുള്ളി റെഡിയാണ് അല്ലെങ്കിൽ. അപ്പം അദ്ദേഹമുണ്ട്, പിന്നെ ബാലാജി ശർമ്മ, ദിനേശ് പ്രഭാകർ, അങ്ങനെ കുറച്ച് പേര് അല്ലേ. ബാക്കി പിന്നെ നമ്മുടെ 2 കുട്ടികളുണ്ട്. ഞാൻ ആ കുട്ടികളുടെ പോസ്റ്റർ ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ. ഒന്ന് എൻ്റെ ഞങ്ങളുടെ മോളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാണ് അപ്പുറത്തെ സൈഡ്. ഇപ്പുറത്തെ സൈഡിൽ സണ്ണി പറഞ്ഞ പാട്ട് ആലപിക്കുന്ന ആ കുട്ടിയാണ് അല്ലേ. അവർക്കും വലിയ ഒരു പ്രാധാന്യമുള്ള ചെമ്പിൽ അശോകൻ ചേട്ടനുണ്ട്. ഈ സണ്ണി കുറേ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ. പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്തരം വേഷങ്ങൾ തുടർച്ചയായിട്ട് ചില സമയത്ത് പോലീസ് വേഷങ്ങളിലേക്ക് മാത്രം സണ്ണി മാറിയിട്ടുണ്ട്. അടുപ്പിച്ച് പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, പല രീതിക്കുള്ള വേഷങ്ങൾ. പക്ഷേ ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ സണ്ണിക്ക് സ്ഥിരം വരുന്ന ഒരു ഇന്ന സിനിമയിൽ ഇന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ട്. ഞാനത് ചെയ്തതാണല്ലോ, ഇനി എനിക്കത് വേണ്ടല്ലോ എന്ന് തോന്നിയ സിനിമകളുണ്ടോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം? എനിക്ക് അങ്ങനെ ഒരു ലിസ്റ്റില്ല എനിക്കങ്ങനെ. പോലീസിൻ്റെ ചോദിക്കുകയാണെങ്കിൽ കുറ്റവും ശിക്ഷയും, അത് കഴിഞ്ഞ് വേല ചെയ്തു, ഇത് രണ്ടെണ്ണമാണ് മേജറായിട്ട് ചെയ്തിരിക്കുന്നത്. മാറി മാറി ചിന്തിക്കണ്ടേ നമ്മൾ? ഓരോ കഥാപാത്രം മാറി മാറി വേണമെന്ന് വിചാരിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല നമ്മുടെ മനസ്സിൽ. ഇനി എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാം, അങ്ങനെ ഒരു ക്യാരക്ടർ ഏതായിരിക്കും മനസ്സിലുള്ള സണ്ണിക്ക്? എനിക്ക് മുന്നേ MBBS സഞ്ജയത്ത് ചെയ്ത പോലൊരു ക്യാരക്ടറൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഹൈറ്റില്ല അത്രയും. ചില സിനിമകൾ അങ്ങനെയാണല്ലേ. നമുക്ക് ആഗ്രഹിക്കൊക്കെ ചെയ്യാം, പക്ഷെ ആഗ്രഹത്തിന് നമുക്ക് ലിമിറ്റൊന്നുമില്ലല്ലോ. പിന്നെ മുകളിലുള്ള ആൾ കൂടെ ഒന്ന് സഹായിക്കണ്ടേ? അത് വേണം, മുകളിലുള്ള ആൾ സഹായിക്കണം. ഈ സിനിമയിലെ മുകളിലുള്ള ആളായിട്ട് നിങ്ങളാണുള്ളത്, നിങ്ങൾ ഒത്തിരി സഹായിക്കണം ഈ സിനിമയുടെ വിജയത്തിന്. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ കൂടെ ഇനി ദൈവം ഇറങ്ങി യാത്രയാണ്. ഒരു ദിവസം പോലും വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ ഒരു പ്രൊമോഷണൽ സംഭവം ഉണ്ടായിരുന്നു, അതിവിടെ പറയണ്ടല്ലോ അല്ലേ. യാത്രയല്ലേ? യാത്ര ഞാൻ ഇന്നലെ അറിഞ്ഞു. പിന്നെ കോസ്റ്റ്യൂം ഇട്ട് യാത്ര ചെയ്യുന്നത് കന്യാകുമാരി മുതൽ തിരുവനന്തപുരം അല്ല, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോണം. ദൈവം നേരിട്ട് പോയി ആളുകളെ മനുഷ്യരെ കാണണം. അല്ല, ഉടുപ്പിട്ടിട്ട് നടക്കാൻ അങ്ങനെ തീരുമാനിച്ചോ? അത് കാൽനട യാത്ര. അതെനിക്ക് അത്രയും കിട്ടിയില്ല. അങ്ങനെ ഒന്ന് പിടിച്ചാൽ കൊള്ളാല്ലേ? പുള്ളി ട്രെയിൻ പിടിച്ചു തരാന്ന്. നിങ്ങൾ പൊക്കോളം അല്ലേ? അല്ല, ഒരു സിനിമയ്ക്ക് നമുക്കൊരു സിനിമ ഒരു പ്രൊമോഷൻ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഏത് രീതിക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യാം. പക്ഷെ അത് ഓവറായി പോവുകയും ചെയ്യല്. പക്ഷേ സിനിമയ്ക്ക് മാർക്കറ്റിംഗ് ഉണ്ടാവുകയും ചെയ്യണം. സിനിമ അറിയിക്കുകയാണ്, നമ്മൾ വിളിച്ചറിയിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയ വലിയ ഒരു മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് രീതിക്ക് പ്രൊമോഷൻ അത് എത്രമാത്രം പ്രേക്ഷകർക്ക് എത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രീതിക്കൊരു പ്രൊമോഷൻ, എനിക്ക് ഈ സിനിമയുടെ പ്രൊമോഷൻ കാണുമ്പോൾ ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് എൻ്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അതെന്തുകൊണ്ടാണ്? ഈ സിനിമയുടെ ടീം എല്ലാം നല്ലതായുണ്ടായിരിക്കുന്നു. ഒരാൾ ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മുടെ മനസ്സ് മാറി നിൽക്കും അല്ലേ. നമുക്ക് ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യും. പക്ഷെ ഇതെനിക്ക് എൻ്റെ പ്രൊഡ്യൂസറിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പിള്ളേർ സെറ്റ്. എല്ലാ സിനിമകളിലും ആസ് എ ടീം തന്നെയാണ് നമ്മൾ. ഒരു ടീമിന്റെ വിജയമാണ്. ടീം ഒരുമിച്ച് നിന്നാൽ മാത്രമേ സിനിമ വിജയിക്കുകയുള്ളൂ. വേണ്ടത്ര സിനിമകൾ കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ഇങ്ങനെ പോകുമ്പം നമുക്ക് സൈഡിലൂടെ ഒരു യാത്ര ചെയ്യുമ്പം അങ്ങനെ കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഈ പടത്തിൻ്റെ പേര് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. നമ്മുടെ ജീവിതം ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും. അപ്പം എൻ്റെ സ്ക്രിപ്റ്റിൽ എൻ്റെ ടൈം ആയിട്ടുണ്ടാവില്ല. അതുപോലെ എൻ്റെ ക്യാരക്ടർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സലന്റ് ടൈം എല്ലാവർക്കും അവരുടേതായ ടൈം സമയമുണ്ടല്ലോ. നമ്പർ ആയേഗാ. ഇപ്പൊ സഹിച്ചാണ് അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്. സ്റ്റാർട്ടിങ് ടൈമിൽ സഹിച്ചാണ് എവിടെയായിരുന്നു, ഇപ്പോൾ സഹിച്ചായിട്ട് നിൽക്കുന്ന ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ ആസ് ആൻ ആക്ടർ. അതുപോലെ തന്നെ നമുക്കൊരു ടൈം. ഞാൻ നമ്മുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്കൊരു സാധനം തരണമെങ്കിൽ അതെ, നമ്മൾ അതിനുള്ളൊരു പക്വത നമുക്ക് വേണം. അതെ, അപ്പൊ എനിക്കിപ്പോ സൂപ്പർ സ്റ്റാർ ആണെന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു പക്വത എനിക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അതെന്റെ
അങ്ങനെ ആ ടൈം ആകുമ്പോഴേക്കായിരിക്കും ചിലപ്പോൾ അല്ലെ സക്സസ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഞാനിപ്പം എൻ്റെ കാര്യം കൊണ്ട് പറയുകയാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് പടം അല്ലെങ്കിൽ തുടക്ക കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും പടം ഭയങ്കര ഹിറ്റാവുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞാൻ മാത്രമേ എൻ്റെ ഫാമിലിയിൽ സിനിമയിൽ ഉള്ളൂ. എനിക്ക് സിനിമാ ലോകം അങ്ങനെ പരിചിതമല്ല. പക്ഷേ സിനിമ ആക്ടേഴ്സിനെ കാണാനും സിനിമ കാണാനും ഭയങ്കര താല്പര്യമായിരുന്നു. അവരൊക്കെ സ്റ്റാർസാണ്. അപ്പം ഞാൻ എന്നെ തന്നെ ഓക്കെ ഞാനും സ്റ്റാറായി എന്ന് കരുതിയാണ് ഞാൻ അന്ന് എനിക്ക് സക്സസ് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാനുള്ള. ഞാൻ വാഷ് ഔട്ട് ആയിപ്പോയാനെ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പക്വത വന്നപ്പോഴാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പതുക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ഫെയിലിയർ ബാധിക്കുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാനും എനിക്കറിയാം. എനിക്ക് ഒരു പടം എൻ്റെ ഹിറ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ കഥാപാത്രം ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ പോലും ഞാനത് ഒരുപാട് തലയിലേക്ക് എടുക്കാറില്ല. അപ്പം ആ ഡിഫറൻസാണ് ഞാൻ പറയണത്. ഒരു 8 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബ്രേക്ക് കിട്ടുന്നത്. അപ്പോൾ ആ 8 വർഷം കൊണ്ട് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോൾ ദൈവത്തിന് ആ സമയത്ത് തോന്നിക്കാണും. അതുകൊണ്ട് ആ സമയത്ത് ഒരു ട്രിവാൻഡ്രം ലോഡ്ജ് സംഭവിച്ചു, ഷിബു വെള്ളാരി സംഭവിച്ചു. അപ്പോൾ അതുപോലെ എല്ലാവരുടെ കരിയറിലും ഫസ്റ്റ് പടം അവൻ അഭിനയിച്ചത് ഹിറ്റാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച അതുപോലത്തെ ഒരു സെക്കൻഡ് ക്യാരക്ടർ വരാത്തത്, അത് ചിലപ്പോൾ ഉടനെ വരും. അത് ദൈവമാണ്. ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, അവൻ്റെ കഥാപാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ആ ടൈം ആകുമ്പോഴത്തേക്കും ഓക്കെ നൗ ഹി ക്യാൻ ഹാൻഡിൽ സക്സസ്. അത് ഇപ്പം നമ്മുടെ സിനിമയിൽ ഇതൊക്കെയാണ് മെസ്സേജ് നമ്മുടെ റിട്ടേൺ ആൻഡ് ഡയറക്ടർ ബൈ ഗോഡ് കൊടുക്കുന്നത്. നമുക്കിത് തിരുത്താം. ചിലപ്പം നമുക്കറിയില്ല എന്നാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈശാഖിൻ്റെ കാര്യം പറയണം. വൈശാഖിന് 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും സക്സസ് വരാൻ പോകുന്നത്. പക്ഷേ ഇത് നേരത്തെ മനസ്സിലാക്കി ഇവൻ റൂട്ട് ചെയ്യുകയും ചെയ്ത് ഓക്കെ ഇത് സക്സസ് വന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പാകപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പം 4 മാസം കൊണ്ട് സക്സസ് അടുത്തൊരു ബ്രേക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണ്. ഇതാണ് നമ്മുടെ സിനിമയിലൂടെ കഥയിലൂടെ പറഞ്ഞിരിക്കുന്നത്. സിനിമയിൽ വലിയ മെസ്സേജുകളും ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ആഗ്രഹം, ആ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ വരം ആദ്യത്തെ പറഞ്ഞു, നിങ്ങൾക്ക് കടമുണ്ട്, അത് വീട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് വേണം. കാശ് ഇവിടെ മാർക്കറ്റിൽ തന്നെ ഉണ്ട് കാശ്. ഇത് നമ്മുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതെങ്ങനെ എത്തും എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ അവിടെ ഒരു ചെറിയ റെക്ടിഫിക്കേഷൻ നടത്തി ആ റൂട്ടൊന്ന് കറക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഹേർഡിൽസ് കാണും. അതൊക്കെ താണ്ടി നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് വേയിൽ നിങ്ങളുടെ ആദ്യത്തെ വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് ദൈവം പറയുന്നത്. അല്ലാണ്ട് ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നാൽ പിന്നെ 50 ലക്ഷം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വെച്ചോ കടം മൊത്തം വീട്ടിക്കുന്നുള്ളതല്ല, നടക്കില്ല. ആംവാദി ദൈവവാദി എന്നല്ല പറയണത്. എക്സാക്ട്ലി അതാണ് അല്ലേ. നമ്മൾ ശ്രമിക്കുക, നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്കുള്ളത് നമ്മളെ തേടി വരും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക. നമ്മളെ ശ്രമമാണ് നമ്മളെ ഇവിടെ എത്തിക്കുന്നതും വിജയിപ്പിക്കുന്നതും. അല്ലേ സണ്ണി? തീർച്ചയായിട്ടും. സണ്ണിയുടെ ശ്രമമൊക്കെ വിജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? വിശ്വസിക്കുന്നു. തീർച്ചയായും ആ വിശ്വാസമാണ് നമുക്കെല്ലാം വേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെ നടന്നില്ലെങ്കിലും മുന്നോട്ട് തന്നെ നടക്കുക. യാത്ര പിന്നോട്ട് പോകാതിരിക്കുക. നമ്മൾ മുന്നോട്ടെടുത്ത കാല് മുന്നോട്ട് തന്നെ വെക്കുക. പിന്നോട്ട് ചിന്തിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല തെളിയിക്കുന്നതാണ്. നമ്മുടെ ഗോഡിന്റെ സംവിധായകനില്ലേ ഫെബി ജോർജ്, അവനെ പോലെ ആയാലൊന്നും ഇങ്ങനെ പലപ്പോഴും വിചാരിക്കണം. ഓപ്റ്റിമിസ്റ്റിക് ആണ്. ഇപ്പം സണ്ണി പറഞ്ഞ പോലെ മുമ്പോട്ട് നടക്കുക. അവൻ അതാണ് ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക്കാണ്. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. കറക്റ്റ് പടമാണ് അവൻ്റെ ഡെബ്യൂ പടം, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. ഫെബിയാണ് ഈ പടം സംവിധാനം ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് അവർ പരിചയപ്പെട്ട് കഴിയുമ്പോൾ തോന്നും. അതല്ലേ? ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആണ്. ജീവിതത്തിൽ ഒരു നെഗറ്റിവിറ്റി ഇല്ല. എല്ലാവരോടും എപ്പോഴും പ്ലീസിങ് ആയിട്ട് സംസാരിക്കും. ഇപ്പം പല ഹേർഡിൽസും നമുക്കും ഇപ്പം ഷൂട്ട് സമയത്ത് ഇപ്പം മഴ വരുന്നു, ഒരു എക്സാമ്പിൾ പറയുകയാണ്, അങ്ങനത്തെ ഹേർഡിൽസ് വന്നിട്ടുണ്ട്. അത് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് നമുക്ക് ഹേർഡിൽസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടാണ്. ഒരിക്കൽ പോലും പ്രശ്നമുണ്ടെന്ന് ഇവൻ്റെ വായന ഞാൻ കേട്ടിട്ടില്ല. ഫെബി എന്തായി നമ്മുടെ നാളത്തെ ആ സീൻ നമ്മൾ അവിടെ അല്ലേ ഷൂട്ട് ചെയ്യുന്നത്, പ്രശ്നം കാണുമായിരിക്കും അവിടെ ഷൂട്ട് ചെയ്യാൻ ആ സീൻ. ചേട്ടാ എല്ലാം ഓക്കെ ഏട്ടാ, ഓൾ സെറ്റ് എല്ലാം ഓക്കെയാണ്, നിങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളത് പരിപാടി ഓപ്പറേറ്റ് ചെയ്തു. ഇതാണ് ഫെബി. ചെറിയൊരു കുട്ടിയാണെങ്കിലും നല്ല മെച്ചോർഡാണ്. ഇപ്പൊ എന്റെ അത് തന്നെയായിരുന്നു. ഞാൻ കാല് വയ്യ എന്ന് പറയുമ്പോഴും പുള്ളി കൂളാണ്. കുഴപ്പമില്ല, സെറ്റാക്കാം ബ്രോ വാ, കാല് വയ്യ എനിക്ക് നടക്കാൻ വയ്യ, കുഴപ്പമില്ല വാ സെറ്റാണ്. ആ ഒരു മൈൻഡാണ്. ശരി, ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ്. അല്ല, അങ്ങനെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആണ്.
നമുക്ക് സുഖമായിട്ട് കിടന്നിട്ട് രാവിലെ ലൊക്കേഷനിലേക്ക് പോയാൽ മതി. മറ്റ് ചിലവർ വിളിച്ചു അവിടെ ചെറിയ പ്രശ്നമുണ്ട് അതൊന്ന് സോൾവ് ചെയ്തിട്ട് വിളിക്കാമെന്നല്ല പറയും. ഇതെല്ലാം ഓക്കെയാണ്, എന്തുണ്ടെങ്കിലും ഓക്കെയാണ്. അങ്ങനെ ഒരു ഡയറക്റ്റ് നിങ്ങളെ ഒക്കെ വെച്ച് നിങ്ങൾ മറ്റേ കല അടച്ചു. നിങ്ങളെയൊക്കെ വെച്ച് അത്രയും കൂളായിട്ട് ചെയ്തെങ്കിൽ ഡയറക്റ്റ് തന്നെയാണ് ഇത് യഥാർത്ഥ ദൈവം. കുഴപ്പമില്ല സൈജുവായി, സാറിലെ പോട്ടെ. അപ്പോൾ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. എന്തായാലും മെയ് 16 തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ എത്തുമ്പോൾ ആ ദൈവത്തിൻ്റെ വരം സ്വീകരിക്കാൻ മനുഷ്യരായ എല്ലാവരും തിയേറ്ററിലേക്ക് ഓടിയെത്തുക, സിനിമ വിജയിപ്പിക്കുക. നല്ല സിനിമയാണ്, നിങ്ങൾ ഈ സിനിമയോടൊപ്പം യാത്ര ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, ഒരു അവകാശമാണ് നമ്മുടെ. പക്ഷെ ഇത് എനിക്ക് പേഴ്സണലി എനിക്ക് ടച്ച് ചെയ്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പോലെ നല്ല അഭിപ്രായം അടുത്തുള്ള ആളുകളോട് പറയുക. നിങ്ങൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു സിനിമ, വേറെ ഒന്നോ വെട്ടോ കുത്തോ ഒന്നുമില്ല, ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാം. ഒത്തിരി സന്തോഷം. താങ്ക് യു.